നമസ്കാരം സുഹൃത്തുക്കളെ. ജനാധിപത്യ രാജ്യത്ത് സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യം ഉയർത്തിയിരിക്കുന്നത് ബ്രഹ്മാണ്ഡ നായകൻ ടൊവിനോ തോമസ്, അതേപോലെ ഉലക നായകി പാർവതി തിരുവോത്തും, ഇനി കംപ്ലീറ്റ് നടിയാവാൻ പോകുന്ന വിസ്മയ മോഹൻലാൽ എന്ന മോഹൻലാലിൻ്റെ മകൾ. ഇവർ മൂന്ന് പേരാണ് ഇന്ന് ഈ സാധാരണ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ CJP എന്ന പാർട്ടി കുറേ ദിവസങ്ങളായിട്ട് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ആ സമരമല്ലാത്ത തരത്തിലേക്ക് പോയി. കലാപമെന്നോ കലാപശ്രമമെന്നോ രാജ്യവിരുദ്ധ പ്രവർത്തനമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് പോയപ്പോൾ അതിനെ ഡൽഹി പോലീസ് ലാത്തി ചാർജ് ചെയ്തു. അപ്പോൾ ലാത്തി ചാർജ് എന്ന സംഗതി ഡൽഹിയിൽ മാത്രം നടന്നിട്ടുള്ളൊരു സംഗതിയല്ല, അത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളും നടന്നിട്ടുണ്ട്. ഇനി ഡൽഹിയിൽ നടന്നപ്പോൾ അവരത് പ്രതിഷേധിച്ചു. നല്ല കാര്യം, പ്രതിഷേധിച്ചോട്ടെ. ഈ വിസ്മയ മോഹൻലാലാണെങ്കിലും പാർവതി തിരുവോത്താണെങ്കിലും ടൊവിനെ ആണെങ്കിലും ഒക്കെ ചോദിച്ചല്ലോ, ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയാണോ ഈ പ്രതിഷേധക്കാരെ നേരിടേണ്ടതെന്ന്. ശരി, നമുക്ക് കുറച്ച് പുറകോട്ട് പോവാം. ഒരു 1.5 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കക്കൂസൊക്കെ ഫിറ്റ് ചെയ്ത ഒരു വണ്ടിയിൽ, ഒരു ബസ്സിൽ ഒരു കേരള യാത്രയൊക്കെ നടത്തിയിരുന്നു. നവകേരള യാത്ര എന്ന മറ്റോ പേരിട്ടത്. അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റുമൊക്കെ യുവമോർച്ചക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ അന്നത്തെ കേരള പോലീസ് നേരിട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാത്തിക്കും ഹെൽമെറ്റിനും ചെടിച്ചട്ടി വരെ എടുത്ത് തലക്കടിച്ച് പൊട്ടിച്ചിട്ടാണ് അവർ അന്നതിനെ നേരിട്ടത്. അന്ന് തലപൊട്ടി ചോര ഒലിപ്പിച്ച ഒരാൾ ഇന്ന് MLA ആയിട്ട് കേരള നിയമസഭയിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അന്ന് നമ്മുടെ കണ്ണു മുന്നിൽ നടന്ന സംഭവം, ഒരു മാധ്യമത്തിൻ്റെയും ഇടപെടലില്ലാതെ അല്ലെങ്കിൽ അവരുടെ സഹായമില്ലാതെ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ അല്ലാതെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നടന്ന സംഭവമാണ്. ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ടാണ് പിണറായി വിജയൻ അതിനെ വിശേഷിപ്പിച്ചെങ്കിലും ഇങ്ങനെയാണ് സമരക്കാരെ കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഡൽഹി പോയിട്ട് അവിടുത്തെ മാധ്യമങ്ങൾ വഴി ഇത് കാണേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നമ്മുടെ മുന്നിൽ നടന്നതാണ്. അന്ന് ഈ ടൊവിനോ തോമസിൻ്റെ വായിലും ഈ പാർവതി തിരുവോത്തിൻ്റെ വായിലും ഈ വിസ്മയ മോഹൻലാലിൻ്റെ വായിലുമൊക്കെ വല്ല കൊഴുക്കട്ടയോ അല്ലെങ്കിൽ ഏത്തപ്പഴമൊക്കെ ആയിരുന്നു. ഇവരാരും അതിനെതിരെ പ്രതിഷേധിക്കുന്നതോ ഒരക്ഷരം മിണ്ടുന്നത് നമ്മൾ ആരും കേട്ടില്ല. ഇങ്ങനെയാണോ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധക്കാരെ നേരിടേണ്ടത് കേരള പോലീസെന്നോ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരെന്നോ ഇവർക്ക് ചോദിക്കാമായിരുന്നു. അന്നത് ചോദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവർക്ക് ഈ ഡൽഹിയിലെ സംഭവത്തിൽ ചോദിക്കാനുള്ള എല്ലാ അർഹതയും അവർക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ എന്നെക്കാളും നിങ്ങളെക്കാളും കൂടുതൽ. പക്ഷേ അന്ന് അവരത് ചോദിച്ചില്ല. അന്ന് ഈ സംഭവം അവർ അറിഞ്ഞിട്ടില്ല എന്ന് അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവർ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പിന്നെ അവർ ഡൽഹിയിലെ കാര്യങ്ങൾ അറിയേണ്ടതില്ല. ഇവിടെ പ്രതിഷേധിക്കാത്തവർ ഡൽഹിയിലെ കാര്യത്തിന് വേണ്ടി പ്രതിഷേധിക്കേണ്ടതില്ല. അങ്ങനെ പ്രതിഷേധിക്കുമ്പോഴാണ് ആ പ്രതിഷേധത്തിൽ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഇനി അവരുടെ കാതലായിട്ടുള്ള ചോദ്യം എന്താണ്? പ്രതിഷേധക്കാരെ ഇങ്ങനെയാണോ നേരിടേണ്ടതെന്ന്? അല്ല, തീർച്ചയായിട്ടും പ്രതിഷേധക്കാരെ ഇങ്ങനെയല്ല നേരിടേണ്ടത്. ചൈനയിലാണെങ്കിൽ അവർ ടാങ്ക് കയറ്റി ആണ് അത് പ്രതിഷേധക്കാരെ നേരിടുന്നത്. എത്ര എണ്ണം ചാവും എന്നത് അത് കഴിഞ്ഞേ അവർ കണക്കെടുക്കുകയുള്ളൂ. ഇനി ഇറാനിലാണെങ്കിൽ അവർ തോക്കുകൊണ്ടായിരിക്കും നേരിടുന്നത്, വെടികൊണ്ട കൊടുത്തിട്ടായിരിക്കും നേരിടുന്നത്. പക്ഷേ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി പോയി. അവിടെ ഇങ്ങനെ ലാത്തി കൊണ്ട് നേരിടാനേ തൽക്കാലം നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ലാത്തി കൊണ്ട് നേരിട്ടത്. വല്ല ഇറാനോ ചൈനയൊക്കെ ആയിരുന്നെങ്കിൽ ആ രീതിയിൽ നോക്കാമായിരുന്നു. കേട്ടോ ടൊവിനോ തോമസ്. പിന്നെ ഈ ഞാൻ മുൻ വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പോൾ പ്രതിഷേധിക്കാൻ വരുന്നവരൊക്കെ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ഞാൻ രാജ്യവിരുദ്ധനല്ല, ഞാൻ രാജ്യത്തിനെതിരെ പറയല്ല, എനിക്ക് പറയാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. ഈ തരത്തിലാണ് ഇവർ വരുന്നത്. മക്കളെ, കാള വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനാണെന്നൊരു ചൊല്ല് ഈ നാട്ടുമ്പുറത്തൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ കണക്കാണ് നീയൊക്കെ ഈ മുൻകൂർ ജാമ്യം എടുക്കുമ്പോൾ തന്നെ എന്താണ് നീയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പഴയ കാലമല്ല ഇപ്പോൾ. മറ്റൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം. അത് കേൾക്കുന്ന എല്ലാവരും മലയാളി പ്രബുദ്ധരാണല്ലോ. കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യം പോലും ഇല്ല കേന്ദ്രം ഭരിക്കുന്ന BJPക്ക്. അവർക്ക് ഈ ചെയ്യുന്ന ചെയ്തെല്ലാം, അതായത് CJPയുടെ പേരിൽ CPMും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മറ്റ് സകല മുള്ളുമുരിക്ക് കാഞ്ഞിരക്കുറ്റി ഒരു ചൊല്ലുണ്ടല്ലോ, മൂർക്കമ്പാമ്പ് എല്ലാം കൂടെ ചേർന്ന് കാണിക്കുന്ന ഈ സംഗതി അവർക്ക് രാഷ്ട്രീയമായിട്ട് നേട്ടമാണ്. കാരണം ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന ആ മേഖല അവർക്കറിയാം എന്താണ് നടക്കുന്നതെന്ന്. അവർക്കറിയാം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ പപ്പു രാഹുൽ ഗാന്ധി എവിടെയെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് അയാളുടെ ഒരു വീഡിയോ പുറത്തൊക്കെ വന്നത്. ഇപ്പോൾ അയാൾ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വന്നെന്നോ ഇതിനകം തന്നെ ഇവിടെ വന്നെന്നോ വരാൻ പോകുന്നെന്നോ വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ വരുന്നതോട് അനുബന്ധിച്ച് ഈ ഇന്ത്യയിൽ കലാപശ്രമങ്ങൾ വരുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള ഹിന്ദിക്കാരൻ ചിന്തിക്കും, ഇത്രയും ദിവസം ശാന്തമായിട്ട് പോകുന്നു, പപ്പു വരുന്ന സമയമായപ്പോൾ മാത്രം അക്രമം തുടങ്ങുന്നു, കലാപം തുടങ്ങുന്നു. ആരായിരിക്കും അതിൻ്റെ പിന്നിൽ നിന്ന്? ബുദ്ധിയുള്ള ഹിന്ദിക്കാർ ചിന്തിക്കും. മനസ്സിലായി? നമുക്ക് പ്രബുദ്ധതയുള്ളൂ, രാഷ്ട്രീയ ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ അവരുടെ വോട്ട് മതി BJPക്ക് വീണ്ടും ഇന്ത്യ ഭരിക്കാൻ. ഇവിടുന്ന് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യം പോലില്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഈ കൈകാലിട്ടടിച്ച് ഈ കുറച്ച് കൂവുന്നവർ ചിന്തിക്കുക, സുരേഷ് ഗോപി എന്നൊരു MP മാത്രമാണ് അവർക്ക് കിട്ടിയത്. ആ MP കിട്ടാൻ വേണ്ടി 10ഓ 12ഓ തവണയാണ് ഇവിടെ നരേന്ദ്രമോദി വന്നിട്ട് പോയത്. ആ പോക്കിൻ്റെ പകുതി അദ്ദേഹം UP പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു 10-20 സീറ്റ് കൂടുതൽ കിട്ടിയത്. അപ്പോൾ നഷ്ട കച്ചവടമാണ് ഈ കേരളത്തെ അവർ നോക്കുന്നത്.
മനസ്സിലായി. ഇവിടുന്ന് ഒരു MP ഉണ്ടാക്കുന്ന സമയത്തിന് അവർക്ക് വേറെ എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് MP വേണ്ട, MLA വേണ്ട, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലെങ്കിലും BJPക്ക് ഭരിക്കാം. കാരണം രാഷ്ട്രീയമായിട്ട് ബുദ്ധിയുള്ള ഹിന്ദിക്കാർ, ഹിന്ദി ബെൽറ്റ് അവരുടെ കൂടെയുണ്ട്. അവർക്ക് ഈ കാണിക്കുന്ന അഭ്യാസങ്ങളെല്ലാം മനസ്സിലാവും. ടൊവിനോ തോമസും ഒരു കാര്യം മനസ്സിലാക്കണം, പാർവതിയും മനസ്സിലാക്കണം. മലയാളികൾ ഈ രാഷ്ട്രീയപരമായിട്ട് ബുദ്ധിയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലാണെങ്കിലും ഇപ്പോൾ അവരും അത്യാവശ്യം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ചെടിച്ചട്ടി വെച്ച് ഈ പ്രതിഷേധിക്കുന്ന ആളുകളുടെ തലക്കടിച്ച കേരള പോലീസ് ഇവിടെയുണ്ട്. അന്ന് നിങ്ങൾ ഒരക്ഷരം അതിനെപ്പറ്റി മിണ്ടിയില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഡൽഹി പോലീസിനെതിരെ മിണ്ടാനുള്ള അടിസ്ഥാന യോഗ്യത പോലുമില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ച് നക്കിക്കോണം. കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ.